ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഇത് നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്പെഷ്യൽ മിക്സ് തയ്യാറാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് പാലും 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും വേണം കേട്ടോ. നിങ്ങൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പാലും കണ്ടൻസ്ഡ് മിൽക്കും മസ്റ്റാണ്. വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തിളച്ച് വരുന്നതിന് മുന്നേ നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നതിന് ശേഷം അത് പിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ചൈന ഗ്രാസ് ഒഴിക്കാൻ പറയുന്നത്. ഇനി അതിലേക്ക് 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോ എൻ്റെ കയ്യിൽ സ്കിപ്പായി പോയിട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സറൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് കേട്ടോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ പുഡിംഗ് മിക്സ്ചർ ഇതിലേക്ക് ചൂടോടെ തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് നല്ലോണം കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ സ്പെഷ്യൽ മിക്സിലേക്ക് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള 6 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ബ്രെഡ് നല്ലവണ്ണം മുങ്ങുന്ന വിധത്തിൽ ആ മിക്സിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബാക്കി വന്ന മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളും ഒഴിച്ചു കൊടുത്ത് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ആ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മൊഞ്ചാക്കിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും ചെറിയും കൂടിയും വെച്ച് ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് മൊഞ്ചാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ ബ്രെഡിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെയും പാലിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കൂടിയൊക്കെ മിക്സ് വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ പുഡിങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു for watching my channel.